ഇതായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകുന്നു. ആദ്യം കോൺഗ്രസിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി അല്ലമീനുണ്ട്. അല്ലമീൻ, കഴിഞ്ഞ തൃശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ ഒരുപാട് പുതിയ വോട്ടർമാരെ ചേർത്തു. അങ്ങനെ പുതിയ വോട്ടർമാരെ ചേർത്തത് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് സഹായകമായി എന്നുള്ളത് നിയമവിരുദ്ധമായിട്ടല്ല, അത് രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള വോട്ട് ചേർക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ പാലക്കാടും കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കോൺഗ്രസ് ആകട്ടെ വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള 5500ഓളം വോട്ടുകൾ പുതുതായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കിട്ടാവുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലക്കാട് പക്ഷേ ഇരട്ട വോട്ടുകൾ കാണുന്നു, വ്യാജ വോട്ടുകൾ കാണുന്നു. നമ്മളുടെ തന്നെ അന്വേഷണത്തിൽ ഒരു ബൂത്തിൽ നിന്ന് മാത്രം 100 കള്ള വോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതിലൊരു കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനം തന്നെ, അതായത് ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന പേരുകളുടെ പട്ടിക തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. അപ്പോൾ ആ പരിശോധനയോടെ കടന്നു പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ ഈ പരിശോധനകൾ നടത്തുന്നതിനെ കൂടുതൽ കർശനമാക്കുന്നതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? എനിക്കെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഈ പുതിയ കണ്ടെത്തലും ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ തീരുമാനങ്ങളെയും എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ 3-4 മാസമായി മണ്ഡലത്തിൽ പണിയെടുക്കുന്നുണ്ട്. അതായത് പുതിയ വോട്ടർമാരെയൊക്കെ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് കൃത്യമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ CPM ആകട്ടെ ആ തരത്തിലൊരു ഇടപെടലും ഒരു പണിയും അവർ എടുത്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്. ഇത് മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേര് നേടിയ ആളുകളെ, ഇടം നേടിയ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നാൽ അവരെ തടയാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു പട്ടികയൊന്നും ഇറക്കിയും അവരെ തടയാൻ കളക്ടർ ഉൾപ്പെടെ അധികാരമില്ല എന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നത്. അതേസമയം ഈ വ്യാജ വോട്ടുകൾ ചേർത്തത് UDF ആണെന്ന തരത്തിലും ഈ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഇതിനെതിരെ ആരോപണം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനെയും പ്രതിരോധിക്കുന്നുണ്ട് നേതൃത്വം കൃത്യമായി തന്നെ. കാരണം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസുമില്ല, ഒരു പരാതിയുമില്ല, ഒരു FIR-ഉമില്ല. പക്ഷേ എന്നിട്ടും ഈ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ, കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി ഇടപെടുന്നത് CPM-ഉം BJP-യുമാണ് എന്നുള്ളൊരു ആരോപണം കൂടി തിരിച്ച് അവരുടെ ക്യാമ്പിലേക്ക് പ്രതിപക്ഷം ഉന്നയിച്ചു വിടുന്നുണ്ട്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് BLO-മാരാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, ഇവരെല്ലാം BJP ഭരിക്കുന്ന, CPM ഭരിക്കുന്ന സർക്കാരുകൾക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അട്ടിമറിക്കാണ് ഈ പാർട്ടികൾ, ഈ സർക്കാരുകൾ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ശ്രമങ്ങളും അത്തരം ഇടപെടലുകളും, അതായത് വ്യാജ വോട്ടർമാരെ ചേർക്കാനും കള്ള വോട്ടുകൾ ചേർക്കാനുമുള്ള ശ്രമങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകി എന്നുള്ളതും പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇനി വേണമെങ്കിലും അതിന്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കുന്നു. അങ്ങനെ കൃത്രിമമായി ആളുകളെ തിരുകി കയറ്റി അവരൊക്കെ, ഈ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമൊക്കെ പറയുന്നത്, ഈ 3ാം സ്ഥാനത്തേക്ക് പോയ പാലക്കാട് മണ്ഡലം അത് തിരിച്ചു പിടിക്കുന്നത് മലമ്പുഴ വഴി പാലക്കാട് പിടിക്കാനുള്ളൊരു നീക്കം നടത്തുന്നു. അതുകൊണ്ടാണ് മലമ്പുഴയിലെ വോട്ടർമാരെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് വ്യാജ വോട്ടർമാരായി ചേർക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അങ്ങനെ വ്യാജ വോട്ടർമാരെ ചേർക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് നിയമപരമായി ഞങ്ങൾ ചേർത്ത വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞൊരു ഇടപെടൽ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് കൂടി പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും AST പട്ടികയ്ക്ക് തയ്യാറാക്കി അങ്ങനെ ഇരട്ട വോട്ടുള്ളവരെ പ്രതിരോധിക്കാനും തടയാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തുമ്പോൾ അത് ഏത് രീതിയിൽ പരിണമിക്കുമെന്നും അത്തരത്തിലുള്ള ആളുകളെ തടയാനോ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴോ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെ ഏത് രീതിയിൽ ഇടപെടുമെന്നുള്ളതും അതൊക്കെ ഒരു വാക്കേറ്റത്തിലേക്കോ സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും കള്ള വോട്ട് ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് 3 മുന്നണി നേതാക്കളും പറയുന്നുണ്ട്. അതേസമയം നിയമപരമായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ആളുകളെ തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് കൂടി പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംഘർഷ അന്തരീക്ഷത്തിലേക്കോ വാക്കേറ്റത്തിലേക്കോ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും എങ്ങനെ മറികടക്കുമെന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 5000-ഓളം പുതിയ വോട്ടർമാരെ ഞങ്ങൾക്ക് ചേർക്കാനായിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനുഭാവികൾ കൂടിയാണ്, അവരെ നിയമപരമായി ചേർത്തതാണ്. അതിനപ്പുറത്തേക്ക് വ്യാജ വോട്ടർമാരെയും കള്ള വോട്ടർമാരെയും ചേർക്കാൻ ശ്രമിച്ചത് BJP-യും ഒപ്പം CPM-ഉമാണ്. അങ്ങനെ കൂടുതൽ വോട്ടർമാരെ ഞങ്ങൾ ചേർക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കും, വോട്ടുകൾ ലഭിക്കും. അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന നടപടികളായി കൂടി ഈ നീക്കങ്ങളെ പ്രതിപക്ഷം UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്മൃതി.